ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ കർഷകരെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഇത്തരം ബ്രിട്ടീഷ് നയത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ പോരാടാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അങ്ങനെയുണ്ടായ ചില കലാപങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ് സന്യാസി കലാപം. 1770 ബംഗാളിലുണ്ടായിട്ടുള്ള കഠിനമായ ക്ഷാമവും അതോടൊപ്പം തന്നെ യാതൊരുവിധ അയവുമില്ലാതിരുന്ന ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെയധികം ദുരിതപൂർണമാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക നയം എന്ന് പറയുന്നത് അവരുടെ നികുതി നയങ്ങൾ. എന്തൊക്കെ തന്നെയാണെങ്കിലും, ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും നിർബന്ധമായിട്ടും നികുതി അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അവർക്ക്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും അവരുടെ എല്ലാ സാധനങ്ങളും വിറ്റ് ഒരു നികുതി അടയ്ക്കേണ്ട ഒരു ഗതികേട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായി. ഇത് അവിടുത്തെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ നിർബന്ധിതരാക്കി. അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരും അതുപോലെ തന്നെ ഫക്കീർമാർ എന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ സൂഫി വര്യന്മാരായിരുന്നു. സൂഫി വര്യന്മാരായ ഫക്കീർമാരും ജനങ്ങളോടൊപ്പം പോരാടാൻ തീരുമാനിച്ചു. സന്യാസി ഫക്കീർ കലാപത്തിൻ്റെ മുൻനിര നേതാക്കളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു പണ്ഡിറ്റ് ഭവാനി ചരൺ പഥക് എന്ന് പറയുന്ന വ്യക്തി. ഇടത്തരം ഭൂപ്രഭുവായിരുന്ന ഇദ്ദേഹത്തിൻ്റെ കടുത്ത ഈശ്വരവിശ്വാസവും ദേശസ്നേഹവുമാണ് ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും ത്യാഗവും സമർപ്പണവുമെല്ലാം ഹിന്ദു സന്യാസിമാരെയും അതോടൊപ്പം തന്നെ സൂഫി വര്യന്മാരായ ഫക്കീറുകളെയും ഒരുമിപ്പിച്ചു. അങ്ങനെ അവരുടെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിൻ്റെ ഫലമായിട്ട് കലാപത്തിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട സൈനികരും ഭൂമി നഷ്ടപ്പെട്ട കർഷകരും എല്ലാവരും ഒപ്പം ചേർന്നു. അത് ഈ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് പല പ്രദേശങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിന്നും അവർ കലാപകാരികൾ മോചിപ്പിച്ചു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രമായിരുന്ന ധാക്ക ഫാക്ടറി അവർ തകർത്തു. ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്ന സർ എഡ്വേർഡ് ഉൾപ്പെടെ ഒട്ടേറെ ഭടന്മാരെ ഈ കലാപത്തിലൂടെ വധിച്ചു. 1791 ഗോവിന്ദഗഞ്ചിൽ ബ്രഹ്മപുത്ര നദിയിൽ വെച്ച് നടന്ന ജലയുദ്ധത്തിൽ ഭവാനി പഥക് മരണപ്പെടുകയാണ് ചെയ്തത്. സന്യാസി ഫക്കീർ കലാപത്തിൽ ഭവാനി ചരൺ പഥക്കിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു സൂഫി ശ്രേഷ്ഠനാണ് മജ്നു ഷാ എന്ന് പറയുന്നത്. ഇദ്ദേഹം ബംഗാൾ, ബീഹാർ വനമേഖലകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒളിയുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒളിയുദ്ധങ്ങളുടെ ഇരകൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും സൈനികരും അതോടൊപ്പം തന്നെ ഇവരെയൊക്കെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചിരുന്ന ഭൂപ്രഭുക്കന്മാരുമായിരുന്നു. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം 1788 കാൺപൂരിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്.